ഓം സായിറാം. സായി സച്ചരിതം നാം ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള ഒരു ഗ്രന്ഥമാണെന്ന് തന്നെ പറയാം. ഇത് ലളിതമായി വായിക്കുമ്പോൾ കേവലം കഥകളുടെയും അനുഭവങ്ങളുടെയും ഭക്തർ അറിഞ്ഞ അത്ഭുതങ്ങളുടെയും ഒരു സമാഹാരം പോലെയാണ് തോന്നുക. പക്ഷെ ആരെങ്കിലും അത് അഹംഭാവരഹിതമായി ഉണർന്ന മനസ്സോടെ വായിക്കുമ്പോൾ ശരിക്കും ഒരനുഭവം തന്നെ ബാബ നൽകുന്നു. ആ പുസ്തകത്തിലൂടെ നമുക്കുള്ള ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നു. സ്നേഹത്തോടെ നമ്മെ ബാബയുടെ കൃപ ആശ്ലേഷിക്കുന്നു. ബാബ നമുക്ക് നൽകിയ നിധിയാണ് സായി സച്ചരിതം. നമ്മുടെ അഹംഭാവം ഉപേക്ഷിച്ച് നമ്മുടെ ഉള്ളിലേക്കിറങ്ങി സ്വയം മെച്ചപ്പെടുത്താനും തിരിച്ചറിയുവാനും ഈ പുസ്തകം നമ്മെ സഹായിക്കുന്നു. കുളിച്ചു ശുദ്ധിയായി ബാബയുടെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം സായി സച്ചരിതം പാരായണം ചെയ്യണം. രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 9 മണിക്കുള്ളിൽ പാരായണം പൂർത്തിയാക്കേണ്ടതാണ്. എൻ്റെ വാക്ക്, വിചാരം, പ്രവൃത്തി മുഖാന്തരം ഈ ജന്മങ്ങളിലോ മുൻജന്മങ്ങളിലോ ഞാൻ ചെയ്ത എല്ലാ അപരാധങ്ങളും പൊറുക്കേണമേ. അതിൽ വന്നിട്ടുള്ള എല്ലാ ആത്മാക്കളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതുപോലെ ഈ ജന്മത്തിലും മുൻജന്മങ്ങളിലും എന്നെ വേദനിപ്പിച്ച സകല ആത്മാക്കൾക്കും ഞാൻ മാപ്പ് കൊടുക്കുന്നു. ഈ സായി സച്ചരിത പാരായണം ബാബയുടെ പാദപത്മങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഭക്തിപൂർവവും തടസ്സരഹിതവുമായി എൻ്റെ സായിബാബയ്ക്ക് പ്രിയമായ വിധത്തിൽ പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണമേ. ഈ സച്ചരിത പാരായണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാ ഉദ്ദിഷ്ടകാര്യ പ്രാർത്ഥനകളും എൻ്റെ ഈ ഉദ്ദിഷ്ടകാര്യ പ്രാർത്ഥനയും സാധിപ്പിച്ചു തന്ന് ഞങ്ങളെ അങ്ങയോടുള്ള വിശ്വാസത്തിലും ഭക്തിയിലും ഉറപ്പിച്ചു തരണമേ സായിബാബ. നമ്മൾ ഏതുദ്ദിഷ്ടകാര്യ സാധ്യത്തിനായാണോ ഈ പാരായണം നടത്തുന്നത്, ആ കാര്യം നടന്നു കഴിഞ്ഞതായിട്ടും അതിനാൽ നമ്മൾ പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നതായിട്ടും സങ്കല്പിച്ച് മനസ്സിൽ വിഭാവനം ചെയ്ത് ദൃശ്യവൽക്കരിച്ച് നമുക്ക് വായിക്കേണ്ട അധ്യായം പാരായണം ചെയ്താൽ ശുഭവും ഗുണകരവുമാകും. ഉദ്ദിഷ്ടകാര്യം നടന്നതായി സങ്കല്പിക്കുമ്പോൾ ഈ ഉദ്ദിഷ്ടകാര്യം നടത്തിത്തന്നതിന് നന്ദി 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 ബാബ എന്നു പറഞ്ഞ് നന്ദിപൂർവ്വ മനസ്സോടെ തുടർന്ന് സായി സച്ചരിതം പാരായണം ചെയ്യുക.